പാർലമെന്റ് സുരക്ഷാ വീഴ്ചയിൽ കസ്റ്റഡിയിലുള്ള പ്രതികളുമായി ദില്ലി പോലീസ് ഇന്ന് തെളിവെടുപ്പ് നടത്തും. പാർലമെന്റിനടക്കം ആക്രമണം പുനഃസൃഷ്ടിക്കാനാണ് തീരുമാനം. പ്രതികളുടെ ലക്ഷ്യം രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കുകയായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി. അതേസമയം എഫ്ഐആറും റിമാൻഡ് റിപ്പോർട്ടും നൽകണമെന്നാവശ്യപ്പെട്ട നീലം ആസാദിന്റെ അഭിഭാഷകൻ കോടതിയെ സമീപിച്ചു. ഈ റിപ്പോർട്ടോടുകൂടി നോൺ റൗണ്ട് പൂർത്തിയാകുന്നു. നമസ്കാരം. പാർലമെന്റ് ആക്രമണ കേസിൽ കസ്റ്റഡിയിലുള്ള 5 പ്രതികളെയും ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. പ്രതികൾക്ക് ഏതെങ്കിലും സംഘടനകളുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്താൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കാനാണ് പ്രതികൾ ശ്രമിച്ചതെന്നും കൂടുതൽ പേരെ സംഘടിപ്പിച്ച് പ്രതിഷേധത്തിന് പദ്ധതിയിട്ടിരുന്നതായും ദില്ലി പോലീസ് വ്യക്തമാക്കി. ലളിത് ഷായ്ക്കും കൂട്ടാളി മഹേഷിനും ഗൂഢാലോചനയിൽ നിർണായക പങ്കുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ലളിതിന്റെ കൂട്ടാളികളായ മഹേഷ്, കൈലാഷ് എന്നിവരുടെ അറസ്റ്റ് പോലീസ് ഇന്ന് രേഖപ്പെടുത്തിയേക്കും. തങ്ങളുടെ യഥാർത്ഥ പ്ലാൻ നടന്നില്ലെങ്കിൽ പ്ലാൻ ബി തയ്യാറാക്കിയിരുന്നതായി ലളിത് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. പ്രതികളുടെ നാടുകളിൽ പോയി അന്വേഷണം നടത്തുന്നതിന് സ്പെഷ്യൽ സെൽ 6 പ്രത്യേക സംഘങ്ങൾക്ക് രൂപം നൽകി. മഹാരാഷ്ട്ര, കർണാടക, ഹരിയാന, UP, ബംഗാൾ, രാജസ്ഥാൻ എന്നിവിടങ്ങളിലേക്ക് പ്രത്യേക സംഘങ്ങൾ പോകും. പ്രതികളെ സംഭവവുമായി ബന്ധപ്പെട്ട വിവിധയിടങ്ങളിലെത്തിച്ച് പരിശോധനയും തെളിവെടുപ്പ് നടത്തും. ലളിതിന്റെ ബീഹാറിലെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി. BJP MP പ്രതാപ് സിംഗയുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനിടെ എഫ്ഐആറും റിമാൻഡ് റിപ്പോർട്ടും ആവശ്യപ്പെട്ട് നീലം ആസാദിന്റെ അഭിഭാഷകൻ കോടതിയെ സമീപിച്ചു. പാർലമെന്റിനുള്ളിലെ അതിക്രമം ഇന്നോ നാളെയോ പുനഃസൃഷ്ടിക്കാനാണ് പോലീസിന്റെ തീരുമാനം. പ്രതികൾ എങ്ങനെ പാർലമെന്റിലേക്ക് കടന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. അതേസമയം സുരക്ഷാ പരിശോധനയിലെ പിഴവ് മാത്രമാക്കി വിഷയം ഒതുക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. കൈരളി ന്യൂസ്, ദില്ലി.